ഈ വാടക കൊലയാളി തന്റെ ഷൂവിന്റെ അടിയിൽ ഷാർപ്പായ ഒരു ബ്ലേഡ് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ക്ലബിലുണ്ടായിരുന്ന ഒരു വയറിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ ആരും അറിയാതെ കട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അതിലുണ്ടായിരുന്ന ചെമ്പ് കമ്പി പുറത്തു വരുന്നു. ഉടനെ വേഗം തന്നെ അടുത്ത ഫ്ലോറിലേക്ക് വന്നവൻ മറ്റൊരു ഷൂവിലുണ്ടായിരുന്ന ഡയമണ്ട് വെച്ച് ഗ്ലാസ് ഫ്ലോറിൽ വിള്ളലുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഫ്ലോർ വേഗത്തിൽ തകർന്നു വീഴുന്ന രീതിയിലാവുന്നു. അതേസമയം ആ കൊലയാളിയുടെ ടീമിലുള്ള ഒരു പെണ്ണ് മയക്കുമരുന്ന് മിക്സ് ചെയ്ത ഒരു ഐസ് ക്യൂബ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ്സിലിടുന്നു. അടുത്ത നിമിഷം തന്നെ ഒരു വെയിറ്റർ അതിനകത്ത് എന്താണുള്ളതെന്ന് അറിയാതെ അത് കൊണ്ടുപോയി ഒരു VIP കസ്റ്റമറിന് സെർവ് ചെയ്യുന്നു. പക്ഷെ അവർ തങ്ങളുടെ പ്ലാൻ സക്സസ് ആയെന്ന് വിചാരിക്കുമ്പോൾ ആ VIP ഡ്രിങ്ക്സ് കഴിക്കുന്നതിന് മുൻപ് ആ ഗ്ലാസ് കെയർഫുൾ ആയി ചെക്ക് ചെയ്യുന്നു. പെട്ടെന്ന് അത് നോട്ട് ചെയ്ത ക്ലബ് ഓണർ അയാൾ വലിയൊരു VIP ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് വാങ്ങി ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആ VIP അത് നോട്ട് ചെയ്യാതെ കുടിക്കുന്നു. മയക്കുമരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതും ആ കൊലയാളി ഒരു ബില്യർഡ് ബോളും എടുത്ത് റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. പക്ഷെ അയാൾ പോകുന്ന ടൈമിൽ ഷൂവിലുണ്ടായിരുന്ന ബ്ലേഡ് സ്ലിപ്പായി താഴെ വീഴുന്നു. എന്നാലും ടാർഗറ്റ് മിസ്സാവാതിരിക്കുന്നതിനായി അയാൾ അത് കാര്യമാക്കാതെ മുകളിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് ബില്യർഡ് ബോൾ താഴേക്കിട്ടതും അയാൾ നേരത്തെ വിള്ളലുണ്ടാക്കി വെച്ചിരുന്ന ഗ്ലാസ് ഫ്ലോർ തകർത്ത് ആ ബോൾ താഴെ ഉണ്ടായിരുന്ന ഫിഷ് ടാങ്കും തകർക്കുന്നു. അടുത്ത നിമിഷം തന്നെ അയാൾ പ്ലാൻ ചെയ്തതുപോലെ ഫിഷ് ടാങ്കിൽ ഉണ്ടായിരുന്ന വെള്ളം ഫ്ലോറിൽ ഉണ്ടായിരുന്ന കട്ടായ വയറിൽ വീഴുന്നു. അതേസമയം ഗ്ലാസ് തകർന്ന ശബ്ദം കേട്ട് ആരോ വെടിവെക്കുകയാണെന്ന് വിചാരിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടാൻ തുടങ്ങുന്നു. ആ VIP-യും അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോൾ മയക്കുമരുന്നിന്റെ എഫക്ട് കാരണം ഇലക്ട്രിസിറ്റി പാസ്സാവുന്ന വെള്ളത്തിൽ വീണ് സ്പോട്ടിൽ മരിക്കുന്നു. അതേസമയം ആ കൊലയാളിയും സഹായിയും ആളുകളുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. അടുത്ത ദിവസം ആ ക്രൈം സീൻ പരിശോധിക്കുന്നതിനായി പോലീസുകാർ അവിടേക്ക് വരുന്നു. നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ആ കൊലയാളിയുടെ ആളുണ്ട്. അയാൾ തെളിവുകൾ ഇല്ലാതാക്കുന്നതിനായി ആരും കാണാത്ത ടൈമിൽ ആ ബ്ലേഡ് കണ്ടുപിടിച്ച് ഒളിപ്പിക്കുന്നു. അതുമാത്രമല്ല ആ ബില്യറ്റ് ബോൾ കണ്ടുപിടിച്ച് അതിന്റെ സ്ഥലത്ത് തന്നെ വെക്കുന്നു. അവസാനം പോലീസിന് ഒരു തെളിവും ലഭിക്കുന്നില്ല.